എൻ്റെ പേര് ടിൻറ്റു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ എന്നെ ഈ തിരുസന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു മോനുണ്ട്, 3 വയസ്സുണ്ട്. ആൾ പ്രീമച്ചുർ ബേബി ആയിരുന്നു. അത് കാരണം ഞാൻ 1 വയസ്സ് വരെ, മോൻ 1 വയസ്സാകുന്നത് വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ജോലി റിസൈൻ ചെയ്ത് 2 വർഷത്തോളമായിട്ട് ബ്രേക്ക് എടുത്ത് കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ നിൽക്കുമായിരുന്നു. ഒരു ജോലിയില്ലാതെ നിൽക്കുന്നതിൻ്റെ മാനസിക വിഷമങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഒരുപാട് കുത്തുവാക്കുകളും അവഹേളനങ്ങളും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഡിസംബർ ലാസ്റ്റ് ഞാൻ ആഗ്രഹിച്ചു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി അവിടെ നിന്ന് റെഡിയാക്കി തരണേന്ന്. ഞാൻ എങ്ങും അപ്ലൈ ചെയ്തില്ല. ജാനുവരി 8-ാം തീയതി ഞാൻ അപ്ലൈ പോലും ചെയ്തില്ല. ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ടിൻറ്റുവിൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് വിളിക്കുവാണ്, ബാങ്കിലേക്ക് ടിൻറ്റുവിനൊരു ജോബ് വേക്കൻസി ഉണ്ട്, നോക്കുന്നു എന്ന് ചോദിച്ചു. പക്ഷേ മോനെ 2 വർഷമായിട്ട് അടുത്ത് നിൽക്കുന്നു, അവനെ ഇട്ടിട്ട് മാറി നിൽക്കുക ഒരു ഓപ്ഷൻസ് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പം എങ്ങനെയായിരിക്കും മോൻ അതിനോട്, ഫുഡൊക്കെ ഞാൻ കൊടുത്താൽ മാത്രമേ മോൻ കഴിക്കത്തുള്ളൂ. ഹസ്ബൻഡിൻ്റെ പപ്പയും മമ്മിയും ഉണ്ട്. ഹസ്ബൻഡും നാട്ടിൽ തന്നെയാണ്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാനത് ആദ്യം ഡിനേ ചെയ്ത് വിട്ടു. വീണ്ടും 12-ാം തീയതി അവർ തിരിച്ചെന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എന്താ അവരോട് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഒരു ദിവസം ഞാൻ കസിൻ്റെ വീട്ടിലോട്ട് മാറി നിൽക്കുമ്പോൾ മോൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്ന് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മോനെ സമർപ്പിച്ചു. മാതാവ്, എനിക്ക് ഈ ജോലിക്ക് പോകണം, എൻ്റെ മോനെ അവിടുന്ന് നിൻ്റെ കൈകളിൽ കാത്തോളണം, അവന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്, ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ. അത്ഭുതം എന്ന് പറയട്ടെ, ശനിയാഴ്ച ഞാൻ മാറി നിന്നപ്പം അവൻ ആഹാരം കഴിച്ചു, അവൻ എന്നെ തിരക്കിയില്ല. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നില്ല. ഞാൻ നൈറ്റ് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമ്പം മോൻ ഹാപ്പിയാണ്. നെക്സ്റ്റ് സൺഡേ രാവിലെ ഹസ്ബൻഡ് എന്നെ വന്ന് വീട്ടിൽ കൊണ്ടുവന്നു. സാറ്റർഡേ ഉച്ചയായപ്പോൾ എന്നെ എൻ്റെ കമ്പനിയിൽ നിന്നും ഹയർ അതോറിറ്റി വിളിച്ചു. ഇൻ്റർവ്യൂ ഷെഡ്യൂളിങ് മൺഡേ ആണെന്ന് പറഞ്ഞു. ഞാൻ മൺഡേ ഇൻ്റർവ്യൂ, ഈ ജപമാല വെച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഫീൽഡിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല, കരിയറിൽ 2 വർഷത്തെ ബ്രേക്ക്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എന്നോട് യാതൊന്നും ചോദിച്ചില്ല. ഞാൻ പ്രീവിയസ് കമ്പനിയിൽ വാങ്ങിച്ചിരുന്ന സാലറിയുടെ ഇരട്ടിയാക്കിയിട്ട് എനിക്ക് സാലറിയോടുകൂടി ഈ ജോലിയിൽ ഓക്കെ ആയി. ഇൻ്റർവ്യൂ കഴിയുമ്പം സാർ എന്നോട് പറഞ്ഞത്, ടിൻറ്റു ദൈവം അനുവദിച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പം കാണാമെന്നായിരുന്നു. അപ്പം തന്നെ HR-ൽ നിന്ന് കോൾ വന്നു. നെക്സ്റ്റ് ഡേ 13-ാം തീയതി എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ശരിയാണോ? ഇത്രയും സാലറി പാക്കേജിൽ എനിക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് ഓക്കെ ആണോ, ശരിയാണോ? ഹസ്ബൻഡ് നെറ്റ്വർക്കിംഗ് ഫീൽഡാണ്, ആളിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. എനിക്കറിയാവുന്ന ബാങ്ക് ഫീൽഡിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരോട് അന്വേഷിച്ചു. അപ്പോഴൊക്കെ ഓക്കെയാണ്. ഞാൻ അമ്മ മാതാവിൻ്റെ ഈ തിരുക്കുമാരൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ട് നിന്ന് പറയാണ്, വരുന്ന മൺഡേ 19th ഞാൻ ജോയിൻ ചെയ്യുകയാണ്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ളൊരു ബ്രാഞ്ചിലാണ് എനിക്ക് സിറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ആദ്യം അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി. എൻ്റെ ആത്മീയ പ്രേക്ഷിത ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ, ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചൊല്ലും, പാവങ്ങളെ സഹായിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ ആര് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ കൊടുക്കാതെ വിട്ടിട്ടില്ല. അതുപോലെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ലഭിച്ചിട്ടുള്ള പത്രങ്ങളൊക്കെ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമെന്ന് പറഞ്ഞാൽ, എന്നെ കളിയാക്കിയവരെയും എന്നെ ഒറ്റപ്പെടുത്തിയവരെയും തള്ളിപ്പറഞ്ഞവരുടെയൊക്കെ മുമ്പിൽ അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കും. സങ്കീർത്തനങ്ങൾ 37:5. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ടിൻറ്റുവെന്ന ഈ മകൾ തനിക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ലഭിച്ച സാക്ഷ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. മകൾ പറഞ്ഞു, പ്രീമച്ചുർ ബേബി ആയതുകൊണ്ട്, ഏറെ കെയർ ആവശ്യമുള്ളതുകൊണ്ട് തനിക്ക് 2-3 വർഷം ജോലിക്കൊന്നും പോകാനാവാതെ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടി വന്നു. എങ്കിലും ഇപ്പോഴും പോകാനാകുമോ എന്ന സംശയമുള്ള സാഹചര്യമായിരുന്നു.
അത് ആ മോനുമായിട്ടുള്ള പരിചരണത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി. മോൻ യാതൊരു കുഴപ്പവുമില്ലാതെ വീട്ടിൽ നിൽക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ലാത്തിടത്ത് നിന്ന് കോൾ വരികയും മകൾ അതിൻ്റെ ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ അത് പുതിയൊരു മേഖലയായിരുന്നിട്ട് കൂടി യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് ആ ജോലി മകൾക്ക് അനുവദിച്ചു കൊടുത്തു. അതുമാത്രമല്ല, സാലറി ഹൈക്കോടുകൂടി മകൾക്ക് ആ ജോലി അനുവദിച്ചു കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, ജീവിതത്തിൻ്റെ പദ്ധതികൾ ശുഭകരമാക്കുന്ന, ദൈവസന്നിധിയിലേക്ക് നിഷ്കളങ്കമായി കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിനും അമ്മ മാതാവ് സവിശേഷമാം കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ ക്ലേശങ്ങൾ എന്താണോ അത് പരിഹരിച്ച് തന്നുകൊണ്ട് ജീവിത വഴികളെ സുഗമമാക്കും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ആ മകൾക്കുള്ള 2 ബ്ലോക്കുകൾ, ആദ്യത്തത് കുഞ്ഞെങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കും എന്നതിനെക്കുറിച്ചാണ്. അത് കുഞ്ഞ് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഭവനത്തിൽ തുടരുന്നതിനുള്ള സാഹചര്യം അമ്മ മാതാവ് തന്നെ ഒരുക്കി കൊടുത്തു. കുഞ്ഞ് ധൈര്യമുള്ള കുഞ്ഞായി വീട്ടിൽ നിൽക്കുന്നത് കാണാൻ പറ്റി. രണ്ടാമത്തത് കരിയർ ഗ്യാപ്പുള്ള മകൾക്ക് പുതിയൊരു മേഖലയിലുള്ള ഇൻ്റർവ്യൂ എങ്ങനെ പങ്കെടുക്കുകയും ജോലി നേടുകയും ചെയ്യുമെന്നുള്ള ആശങ്കയായിരുന്നു. വളരെ സൗഹൃദത്തിൽ മാത്രം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ മകൾക്ക് സാഹചര്യങ്ങൾ ലഭിക്കുകയും യാതൊരു ക്ലേശവും ഭാരവുമില്ലാതെ സന്തോഷത്തോടെ അത് പൂർത്തീകരിക്കുവാൻ അമ്മ സഹായിക്കുകയും ചെയ്തു. സാലറിയെക്കുറിച്ച് ഒത്തിരിയൊന്നും ആലോചിച്ചില്ലെങ്കിൽ കൂടിയും ജീവിതത്തെയും അതിൻ്റെ അവസ്ഥകളെയും കണ്ട് അമ്മ തന്നെ മകൾക്ക് നല്ലൊരു സാലറി അനുവദിച്ചു കൊടുത്ത് മകളുടെ ആ തൊഴിലിനെ പോലും കൂടുതൽ സുരക്ഷിതമാക്കി, കുടുംബത്തെ കൂടുതൽ ഭദ്രതയുള്ളതാക്കി. അമ്മ വഴി ഈ മകൾക്ക് ലഭിച്ച ഈ ജോലിക്കും പ്രത്യേക സംരക്ഷണങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.